ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ 15 നാഴിക. ഈ രാശിയിലുള്ള വിദ്യാർത്ഥികൾക്ക് എങ്ങനെയായിരിക്കും? വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വയറ്റിനസുഖം, ത്വക്കിനസുഖം, തലവേദന, പരീക്ഷാവേളയിലും പഠനവേളകളിലും അവസരങ്ങൾ നഷ്ടപ്പെടുക, അസുഖങ്ങളാലോ കുടുംബ പ്രശ്നങ്ങളാലോ സാമൂഹ്യ പ്രശ്നങ്ങളാലോ രോഗങ്ങളാലോ മറ്റ് ഇതര വിഷയങ്ങളാലോ തടസ്സം, ശത്രു, രോഗം, ദുരിതം, അനർത്ഥം ഇപ്രകാരത്താൽ വിദ്യാഭ്യാസത്തിന് ചില തടസ്സങ്ങൾ വരും എന്നുള്ളതേ ഉള്ളൂ. കാര്യമായ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ താൽക്കാലിക അടിസ്ഥാനത്തിലെങ്കിലും ഉദ്യോഗം ലഭിക്കുകയും പിന്നീട് സ്ഥിരപ്പെടാനുള്ള യോഗങ്ങളുമുണ്ട്. കുടുംബത്തിലെ മാതാവിനും മാതൃവഴി ബന്ധുക്കൾക്കും രോഗങ്ങളോ കണ്ഠരോഗങ്ങളോ, അതായത് ENT ചെവി മൂക്ക് തൊണ്ട രോഗങ്ങളോ, അബ്ഡോമിനൽ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ, സർജറിയോ, കുടുംബത്തിൽ ചില മാരക രോഗാണുക്കൾ മൂലം ഉള്ള വിഷമങ്ങളോ, ചില അയൽവക്ക തർക്ക വഴി പ്രശ്നങ്ങളോ രൂക്ഷമാവാനുള്ള സാധ്യതയും ഈ രാശിയിൽപ്പെട്ട കുടുംബസ്ഥർ നേരിടേണ്ടതായിട്ട് വരും. പൊതുവെ കുടുംബസ്ഥരാണേലും ഉദ്യോഗാർത്ഥികളാണേലും വിദ്യാർത്ഥികളാണേലും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കാണെങ്കിലും രോഗവും ചില പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാനും ശത്രുക്കളുമായി ഏറ്റുമുട്ടാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തടസ്സമോ തർക്കമോ ഉണ്ടാകുവാനും ചില അനിഷ്ടങ്ങൾ കുടുംബത്തിൽ വരുവാനോ മാതാവിനും മാതൃവഴി ബന്ധുക്കൾ ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകുവാനും വാഹന സംബന്ധമായ ദുരന്തമോ വാഹന നഷ്ടമോ കളവ് പോവുകയോ വാഹനം മൂലം അനർത്ഥങ്ങളോ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ചിലപ്പം വണ്ടിയിലൊക്കെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്ന അയച്ചെടുത്തുകൊണ്ട് പോവുക, മോഷണം. അത് പരാതി കൊടുക്കാൻ പോകുമ്പം വേറെ ചില പരാതികൾ അവനോട് തലേ വരിക, തൊട്ടടുക്കലുള്ളതും കൂടെ മോഷണം പോയി എന്നുള്ള രീതി വരിക, വെളുക്കാൻ തേച്ചത് പാണ്ടാകുക, ഇപ്രകാരമുള്ള പ്രശ്നങ്ങളൊക്കെ വരും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ചില റിക്കാർഡിക്കൽ തടസ്സങ്ങളും ശത്രുക്കളും തടസ്സങ്ങളും ഉണ്ടാകുവാനും മുൻകാല കേസുകൾ കുത്തിപ്പൊക്കുവാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. ബിസിനസ്സുകാർക്ക് ലാഭനഷ്ടങ്ങൾ, പ്രത്യേകിച്ച് നഷ്ടം വരുന്ന സമയമാണ്. കൂടുതലും മുടക്കാനൊന്നും പോകരുത്. ഒരു വർഷം കൂടെ കാത്തിരുന്നാൽ ബിസിനസ്സുകാർക്ക് നല്ലത് കാണുന്നുണ്ട്. അവിടം വരെ ക്ഷമയോടും സഹനശക്തിയോടും അധികം പണം മുടക്കാതെ ബിസിനസ്സുകാരിരിക്കണം. കലാകായിക രംഗങ്ങളിലും ട്രേഡ് യൂണിയൻ സാമൂഹ്യ രംഗങ്ങളിലും നിൽക്കുന്നവർക്ക് അല്പം കൂടെ കാത്തിരിക്കണം. ജനങ്ങളുടെ പിന്തുണ കിട്ടുവാനായിട്ട് അല്പം കൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. അതുപോലെ തന്നെ കൂടുതൽ ദുഃഖിതരെയും പീഡിതരെയും അശരണരെയും കൂടുതൽ കണ്ട് ആശ്വസിപ്പിക്കണം. രോഗങ്ങൾ കടന്നുകൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് എപ്പോഴും ആരോഗ്യപരമായി കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ ഇണയുമായി എപ്പോഴും ഒരു കലഹമോ ശത്രുതയോ വൈരാഗ്യമോ സംശയമോ ഈ രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്കും കുടുംബസ്ഥർക്കും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അവ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട ദമ്പതികൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. പുണർതം പൂയം ആയില്യം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ വാക്കേറ്റം, കൊടുക്കൽ വാങ്ങലുകൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, സാഹസിക യാത്രകൾ, അസമയ യാത്രകൾ, വെല്ലുവിളികൾ, ഗോഗ്വാവളികൾ, ബഡായി ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം. ചോതിവിശാഖമനിഴം നക്ഷത്രം വരുന്ന ദിവസങ്ങൾ പൊതുവേ അനുകൂലപരമായ കാര്യങ്ങൾ, സാമ്പത്തിക ലബ്ധി, തൊഴിൽ അഭിവൃദ്ധി, മംഗളസിദ്ധി, മനസ്സമാധാനം, സന്തോഷം എന്നിവയും ഉണ്ടാകുന്നതാണ്. രാശിപ്പെട്ടവർക്ക് സർപ്പക്ഷേത്രത്തിൽ ദോഷപരിഹാരാർത്ഥമായി മഞ്ഞളഭിഷേകം, പാലഭിഷേകം, നൂറും പാലും വഴിപാടുകൾ, സർപ്പം പാട്ട് മുതലായതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഒരു വർഷത്തേക്കിന്. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിങ്കിൽ വ്യാഴാഴ്ച തോറും പുഷ്പാർച്ചനകൾ, പാൽപ്പായസ നിവേദ്യം, ക്ഷേത്രദർശനം എന്നിവയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ അഗതികൾക്ക് ദാനം, കാരുണ്യപ്രവർത്തനം ഇത്യാദികളുമൊക്കെ നടത്തി മുന്നോട്ട് വരിക. ഒരു വർഷം കഴിഞ്ഞാൽ സമയങ്ങൾ, കാലങ്ങൾ, സന്ദർഭങ്ങൾ അനുകൂലമാവും എന്ന് കാണുന്നുണ്ട്.